ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ഇതായിട്ടാണ്. ഞാൻ ഒരു കഴിഞ്ഞ ഒരു ഇത് കണ്ടിരുന്നു. ഞാൻ ഒരു ഇത് കണ്ടിരുന്നു, ഒരു എന്തൊരു ഇത് കണ്ടിരുന്നു, ഒരു ഇത് വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഷോർട്സിൽ കണ്ടപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഈ കർണാടകത്തെ മന്ദിരമൊക്കെ എന്താ പ്രവർത്തിച്ചതെന്നറിയാം. ഒരു ഇത് നിയമം എന്ന് വെച്ചാൽ ഇവിടെ മോദിയാണ് മറ്റേ അതേപോലെ കർണാടകത്തെ അതേപോലെ ആളുകൾ ആ അത് എന്നുവെച്ചാൽ നിയമം എന്താ അറിയാം. ഒരു 16 വയസ്സിന് അടിയിലുള്ളതാണ്. 16 വയസ്സിന് അടിയിലുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഫോണ് ഒന്നും കൊടുക്കാൻ പാടില്ല, ഒന്നും നോക്കരുത്. ഉമ്മാരെ അല്ലെങ്കിൽ അമ്മമാരെ അച്ഛന്മാരെ അവരൊക്കെ മാംസമാരെ അല്ലെങ്കിൽ ഫാദർമാരൊക്കെ കൂടെ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ കാണാം. അങ്ങനെ ഇടയ്ക്ക് കാണുന്ന ഇതാണ്. 16 വയസ്സിന് പിന്നെ ആടെങ്കിലൊക്കെ നമുക്ക് അപ്പോഴും അത് വെക്കാൻ പാടില്ല. അത് കുറച്ച് വരട്ടെ. 18 വയസ്സിന് നമ്മൾക്ക് ഫുള്ളൊരു അഡൾട്ടായ ഒരു ഹ്യൂമൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ഫോൺ എന്തായാലും ഒരു മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ കൊടുക്കണം നിർബന്ധിക്കുന്നില്ല. അതൊക്കെ രക്ഷിതാക്കളുടേതാണ്. രക്ഷിതാക്കളുടെ ഇതുകൊണ്ട് രക്ഷിതാക്കളാക്കും, അല്ലാതെ ഞാൻ ഇടയ്ക്കൊരു പഠനമൊന്നുമില്ല. അതുപോലെ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞാൽ ഈ ഇപ്പം നോമ്പുകാലൊക്കെ അല്ലേ, നോമ്പുകാലത്തേക്ക് നിങ്ങൾക്ക് നല്ല വയർ കാണുന്നുണ്ടാവില്ലേ. അതിനടുത്ത് ട്രിക്ക് പറഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ നല്ല നമ്മൾ ഈ പരിപാടി ചെയ്താൽ മതി. എന്നാൽ നമ്മൾ നോക്കണം, കുറച്ച് എക്സസൈസ് ചെയ്താൽ ഈ ഒരു റൊട്ടേറ്റിങ് ചെയ്ത കുറച്ച് ആശ്വാസം കിട്ടും. അതുപോലെ കുറച്ചുകൂടി മാറും, കുറച്ച് ചെമ്പ് ചെയ്തിട്ട് വേഗം ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാൽ നല്ല അങ്ങനെ മടക്കിത്തന്നാണ്. പിന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം സാധാരണ കിടന്നിറങ്ങുന്ന ആ സമയത്ത് തന്നെ നടക്കണേ. നമ്മൾ നല്ല കാറ്റുള്ള സ്ഥലത്തുള്ള ഫാനൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാകണം, കുറച്ച് നേരം അവിടെ കിടക്കണം, അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ വിശ്രമിക്കുക. ഇത് നമ്മൾ ക്ഷീണം മാറ്റ സഹായിക്കും. സാധാരണ ഡോക്ടർമാരാണ് പറഞ്ഞൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കിടക്കുന്നതൊക്കെ മാറാൻ ക്ഷീണം മാറാൻ. അതുപോലെ പിന്നെ നിങ്ങൾക്ക് നല്ല തലവേദന ഉണ്ടെങ്കിൽ മുമ്പത്തെ വീടിനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഞാൻ വേറൊരു ട്രിക്സ് കാണിച്ചാൽ നന്നായിട്ട് പിന്നെ അതേപോലെ ഇങ്ങനെ നമ്മുടെ ഹെഡ് കാൽമുട്ടിൽ തട്ടിക്കുക, തലമ്മ പിടിച്ചിട്ട്. അത് നല്ല തലവേദന കുറച്ച് കൂടെ സഹായിക്കുമല്ലേ, കൂടും. അപ്പോൾ കുറച്ച് നല്ല തലവേദന ഉണ്ടാവും. അത് നിങ്ങൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന ഫുള്ളും കൂടെ മാറും. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇങ്ങനെ ചാടും, നല്ല ഉയർത്തി ചാടാൻ. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോക്കെ എന്താ ഹൈറ്റ് ചാടുന്നല്ലേ. നിങ്ങൾ പലരും വിചാരിക്കുന്നത് അതൊരു ഓൾറെഡി എക്സസൈസ് അല്ലേ, നാച്ചുറൽ ഒരാൾക്കാണ് എന്നുള്ളതില്ല. അതിനൊരു ട്രിക്സാണ്. അതറിയാൻ നിങ്ങൾക്ക് മാവിന് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫാദറിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. അത് നിങ്ങൾക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആണെങ്കിൽ ഈ വീഡിയോ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് തടക്കുന്നതിന് മുമ്പ് എന്നുവെച്ചാൽ ഇതുപോലെ ഒക്കെ മാറും. പിന്നെ അതുപോലെ ചാടുന്ന സഹായിക്കണം. അത് നമ്മൾ മാക്സിമം അടിയിലേക്ക് പറ്റുന്നിടത്തോളം നോക്കാം. അത് നമ്മൾ ചാടും, നമ്മളെ കൈയില്ലേ, നമ്മളെ കൈ നല്ല മാക്സിമം അടിയിലേക്ക് പറ്റുന്നിടത്തോളം നമ്മളിങ്ങനെ ആവാം. അത് നല്ല പവർ ഇങ്ങനെ ചാടി നമ്മളെ കൈ നോക്കിയാൽ നല്ല കണ്ണ് കൈ ഇങ്ങനെ പൊന്തിച്ച് കൊടുത്താണ് ആ കൈ നമ്മളെ ഉയരത്തിൽ
സഹായിക്കണം. അതാണ് നമ്മളൊരു വിഷുക്കൾ എടുത്തത്. അതെപ്പോഴും പലർക്കും അറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഇഷ്ടപ്പെട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും അടുത്ത വീഡിയോ. ബൈ.